നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി അമ്മയുടെ കൃപയാൽ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. വരാഹി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വഴിപാട് നടത്തി വരാഹി അമ്മയോട് എന്ത് പ്രാർത്ഥിച്ചാലും ആ കാര്യം എത്രയും പെട്ടെന്ന് അമ്മ സക്സസ് ആക്കി തരുന്നതാണ്. എന്തെന്നാൽ വരാഹി അമ്മയ്ക്ക് മാത്രമുള്ള ഒരു ചിഹ്നമാണിത്. ഈ ചിഹ്നം വരച്ചിട്ട് നിങ്ങൾ വരാഹി അമ്മയ്ക്ക് മുന്നേ എന്ത് കേട്ടാലും അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. ഇത് ഒരു കോലം ഫോർമാറ്റ് ആണ്. അമ്മയ്ക്ക് മുന്നേ നമ്മളിത് ചെയ്യണം. ഈ വഴിപാടിനെ ശ്രീ വരാഹി ശക്തിക്കോലമെന്നും ശ്രീ വരാഹി ശക്തിക്കുറി ചിഹ്നമെന്നും അറിയപ്പെടുന്നു. ഇത് നമ്മൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥിയിലും അഷ്ടമി തിഥിയിലും പൗർണമി, അമാവാസ്യ എന്നീ തിഥികളിലും ചെയ്താൽ പെട്ടെന്ന് തന്നെ അമ്മ പ്രസാദിച്ച് അതിന് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. വരാഹി അമ്മയുടെ ശക്തിക്കോലം എന്നത് ഒത്തിരി പവർഫുൾ ആയതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഈ വഴിപാടിന് ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് പറയാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ പറഞ്ഞ ഈ വഴിപാട്, ശക്തിക്കുറി ചിഹ്നം ഉപയോഗിച്ച് ചെയ്യുന്ന ശക്തിക്കോല വഴിപാട്, ഇത് നമ്മൾ വരച്ചിട്ട് നമ്മൾ എന്ത് കേട്ടാലും അത് ഈസി ആയിട്ട് നിറവേറും. ഇതൊരു ഐതിഹ്യമാണ്, വരാഹി അമ്മയുടെ ഐതിഹ്യം. സോ ഈ വഴിപാട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് കുറച്ചുകൂടി നല്ല ദിവസങ്ങൾ. പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ്. ഇനി ടൈമിങ്സ് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. അതായത് 3:45 മേലെ രാവിലെ 5:40 വരെയുള്ള സമയത്തും, അതല്ലെങ്കിൽ രാവിലെ 5 to 6 ചെയ്യാം, 6 to 7 ഈ സമയത്ത് ചെയ്യാം. അതല്ലാച്ചാൽ എഗെയിൻ രാവിലെ 9 to 10 AM, 10:30 മുതൽ 11 വരെ. ഇതാണ് രാവിലെ സമയത്ത് ചെയ്യാനുള്ള ടൈമിങ്സ്. എന്നാൽ ഈവനിങ് ടൈമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 6:30 തൊട്ട് 7:30 വരെ, രാത്രി 6:30ക്കും 7:30ക്കും ഇടയ്ക്കും, 8നും 9നും ഇടയ്ക്ക്, 8 to 9 PM, ദെൻ 9:40 to 10:50 PM, 9:40നും 10:50നും രാത്രി. ഈ ടൈമിങ്സിലാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഈ ടൈമിങ്സിൽ തന്നെ ചെയ്യണം. ഈ സമയത്ത് ഫുള്ളായിട്ട് ദീപം തെളിഞ്ഞിരിക്കണം. വരാഹി അമ്മയ്ക്കുള്ള ചിഹ്നമായതിനാൽ എപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുന്നുവോ ഈ ചിഹ്നം വരച്ച് ദീപം വെച്ച് അമ്മയെ പ്രാർത്ഥിച്ചാൽ അതിൽ പരം അനുഗ്രഹം വേറൊന്നില്ല എന്നാണ്. ഈ വഴിപാട് ചെയ്യുമ്പോൾ ഒരു മന്ത്രം കൂടെയുണ്ട്, അതുകൂടെ ചൊല്ലണം. മന്ത്രം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. 111 തവണയാണ് മന്ത്രം ചൊല്ലേണ്ടത്. കുറഞ്ഞ് ചൊല്ലാൻ പാടില്ല. കറക്റ്റ് 111. കൂടുതൽ എത്ര വേണേലും ചൊല്ലാം, 1008 തവണയോ അങ്ങനെ എത്ര വേണേലും കൂടുതൽ ചൊല്ലാം. മന്ത്രം ഇതാണ്: ശ്രീ മഹാവരാഹിയേ നമോ നമഃ, ശ്രീ മഹാവരാഹിയേ നമോ നമഃ, ശ്രീ മഹാവരാഹിയേ നമോ നമഃ. ഈ മന്ത്രം 111 തവണ ചൊല്ലി നിങ്ങൾ വരാഹി അമ്മയ്ക്ക് ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ എന്ത് കേട്ടാലും അമ്മ അത് തന്നിരിക്കും. നിങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. അറിഞ്ഞ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അമ്മ മനസ്സിലാക്കി അമ്മ അതിനൊരു പോംവഴി നിങ്ങൾക്ക് തന്നിരിക്കും. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ളതാണ്. ഈ ചിഹ്നം നിങ്ങൾ വരാഹി അമ്മയുടെ മുന്നേ വരച്ച് ചെയ്യുമ്പോൾ അത് എത്ര കഠിനമായ പ്രശ്നമായാലും, തലപോണ പ്രശ്നമായാലും ശരി, അതിനൊരു സൊല്യൂഷൻ അമ്മ കണ്ടുപിടിച്ച് തന്നിരിക്കും. പവർഫുൾ ആയിട്ടുള്ള വരാഹി അമ്മയ്ക്കെന്നേ മാറ്റിവെച്ച ഒരു വഴിപാടാണിത്. ശക്തിക്കോലം എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മയുടെ മഹാവഴിപാട് വരാഹി ശക്തിക്കോലം. ഇത് അമ്മയ്ക്ക് മുന്നേ വരച്ച് എന്തമ്മയോട് കേട്ടാലും അത് നടന്നിരിക്കുമെന്നത് ഒരു ഐതിഹ്യമാണ്. എടുത്തെടുത്ത് ഞാനിത് പറയുന്നതിൻ്റെ കാരണം വ്രതശുദ്ധിയോടുകൂടി നിങ്ങളിത് ചെയ്യുക. എന്ത് കാര്യമാണോ അത് ഒരു കാര്യം അമ്മയോട് ആവശ്യപ്പെടുക, അമ്മ അത് ചെയ്ത് തന്നിരിക്കും. അതല്ല, നിങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം അമ്മ നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും. ഇതാണ് ആ മഹാചിഹ്നം.
ഇപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ വെള്ളിയാഴ്ചയും അമ്മയ്ക്ക് മുന്നേ ഇത് ചെയ്യുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്തു കൊള്ളുക. ഇത് നോക്കൂ, ഈ ചിഹ്നം ഒരു കോലം പോലെ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ലേ? എക്സാക്റ്റ് ഇതിൽ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ പൂജാ റൂമിൻ്റെ താഴെ തറയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു പലക കഷ്ണത്തിലോ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യുക. ഇത് വരയ്ക്കുന്നതിനായിട്ട് അരിമാവ് വേണം. മാവ് കോലം വരയ്ക്കുന്ന പോലെ അറിയില്ലേ? പച്ചരി മാവായിട്ടെടുത്ത് അത് പൗഡർ ഫോർമാറ്റിലോ പൗഡറായിട്ടോ അല്ലെങ്കിൽ ലിക്വിഡായിട്ട് നമ്മൾ ദോശയ്ക്ക് അരച്ചെടുക്കുന്നത് പോലെ അങ്ങനെയോ എടുത്ത് വരയ്ക്കാവുന്നതാണ്. പക്ഷേ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം. ഇതുപോലെ വരച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ പൂജാമുറിയിൽ വയ്ക്കാം. അത് പ്ലേറ്റിലോ അല്ല നിങ്ങളുടെ ഒരു തടിക്കഷ്ണത്തിലോ ആണെങ്കിൽ നിങ്ങൾ വരച്ചിട്ട് പൂജാമുറിയിൽ വയ്ക്കുക. ഇല്ലെങ്കിൽ പൂജാ റൂമിൽ തന്നെ നിലത്ത് നന്നായിട്ട് വരച്ച് വയ്ക്കുക. അതുപോലെ ഹാളിൽ വരയ്ക്കാൻ പറ്റും. ഹാളിലാണെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ നോക്കി വരയ്ക്കുക. ഈ വരാഹി ശക്തി ചിഹ്നത്തെ വരച്ച് ഇതുപോലെ മേലെ ഈ ദീപം വയ്ക്കണം. ഒരു ദീപം മേലെ വയ്ക്കണം. ഫസ്റ്റ് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുക, എന്താണോ നിങ്ങളുടെ പ്രശ്നം ആ കാര്യം പറഞ്ഞു ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ച് വരയ്ക്കുക. കാരണം ഇത് വരയ്ക്കുമ്പോഴേ നിങ്ങൾ എന്ത് കേട്ടാലും അമ്മ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് വരച്ച് കഴിഞ്ഞു. ഇനി ദീപം വയ്ക്കണം. ദീപം എന്ന് വെച്ചാൽ മൺചിരാത്. ഇതിനായിട്ടൊരു 3 മൺചിരാത് വേണം. അതിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ വിളക്ക് കൊളുത്താൻ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഏത് തിരി, പഞ്ഞിത്തിരി വേണമെങ്കിലും ഏത് തിരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദീപം വയ്ക്കുന്നത് താഴെ ഇരുന്ന് മേലോട്ട് നോക്കണ രീതിക്ക് വേണം വയ്ക്കാനായിട്ട്. 3 ദീപം. ഇതിൽ ഫസ്റ്റ് ദീപം ഏറ്റവും താഴെ വയ്ക്കണം, എൻഡിൽ. വയ്ക്കുമ്പോഴേ എല്ലാ കഷ്ടവും നീക്കിത്തരണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ഫസ്റ്റ് ദീപം വയ്ക്കാനായിട്ട്. വിജയം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കണം. എന്നിട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ദീപം മിഡിലിൽ സെൻട്രലിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് മുകളിലോട്ട് മുന്നേറി വരണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം. മിഡിലിൽ വെച്ചിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി എന്നെ മേലോട്ട് കൊണ്ടുപോകണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചിട്ട് സെക്കൻഡ് ദീപം വയ്ക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മൂന്നാമത്തെ ദീപം എന്നത് ഏറ്റവും മേലെ, മീൻസ് ടോപ്പിൽ കൊണ്ടുപോയി വയ്ക്കണം. ഇത് നോക്കൂ, മൂന്നാമത്തെ ദീപം സ്റ്റാർട്ടിങ്ങിലിരിക്കുന്നത്. ഈ തേർഡ് ദീപം വയ്ക്കുമ്പോൾ പറയണം, ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മേലെ എത്തണം, ടോപ്പർ ലെവലിൽ നിൽക്കണമെന്ന് അമ്മയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ദീപം വയ്ക്കണം. ഇങ്ങനെ ശക്തി ചിഹ്നം നിങ്ങൾ എപ്പോഴൊക്കെ വയ്ക്കുന്നുവോ അപ്പോഴെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് ഈ 3 ദീപവും വയ്ക്കണം. താഴെ നിന്ന് മേലോട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ 3 ദീപവും വയ്ക്കേണ്ടത്. പിന്നെ ഈ ദീപം അരമണിക്കൂർ നേരമെങ്കിലും വച്ചിരിക്കണം. ഈ ഞാൻ പറയുന്ന ടൈമിങ്ങിൽ നിങ്ങൾ വയ്ക്കുക. ബ്രഹ്മമുഹൂർത്തത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ ആ സമയം അത്രയും വയ്ക്കുക. ഈവനിങ് 6:30 മേലെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ടൈമിങ്സിൽ ചെയ്താൽ അതിന് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. പറഞ്ഞ ടൈമിങ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ച് ചെയ്യുക. ഈ ദീപം വയ്ക്കുന്നതിലൂടെ നല്ലൊരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നതാണ്. അതായത് അമ്മയ്ക്ക് പ്രിയപ്പെട്ട, അത്രയ്ക്കും അമ്മയുടേതെന്ന് മാത്രമായി മാറ്റി വച്ചിരിക്കുന്ന ഒരു ചിഹ്നമാണ് ശക്തിക്കോലം. അമ്മയുടെ എല്ലാ ആശീർവാദവും പരിപൂർണമായി നമുക്ക് ഇതിലൂടെ അമ്മ തരുന്നതാണ്. മനമുരുകി നമ്മൾ എന്ത് കേട്ടാലും അമ്മ അത് ചെയ്തു തരും. അത് ഈ ശക്തിക്കോലത്തിൻ്റെ, ശക്തിക്കുറി ചിഹ്നത്തിൻ്റെ ഐതിഹ്യമാണ്. ദീപം കരിന്തിരി കത്താനൊന്നും വിടരുത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പൂവ് വെച്ച് ദീപം അണച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. നിങ്ങൾ വരയ്ക്കുന്ന ഈ കോലം, അതായത് ശക്തി ചിഹ്നം, അത് അങ്ങനെ തന്നെ വയ്ക്കുക. ദീപം മാത്രം എടുത്ത് അണച്ച് മാറ്റി വെച്ചിട്ട് കോലം അങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഡേ, അതായത് പിറ്റേ ദിവസം ഒരു ഈറ തുണി കൊണ്ട്, നല്ലൊരു തുണി എടുത്ത് പിഴിഞ്ഞ്, ഈറത്തുണിയുണ്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ട്
അതിനെ അഴിച്ചെടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഫ്രൈഡേയ്സിലാണ് ചെയ്യുന്നവരെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ ഈ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ചിലർക്ക് ഡൗട്ട് വരാം, ഡെയിലി ഈ ചിഹ്നം വരച്ചിട്ട് വരാഹി അമ്മയ്ക്ക് വഴിപാട് നടത്താവുമെന്ന്. ധാരാളമായി നടത്താം, തീർച്ചയായും ചെയ്യാം. കാരണം ഇത് അമ്മയ്ക്കെന്നേ ഉള്ള ഒരു ശക്തി ചിഹ്നമാണ്. ഇത് വരച്ച് നിങ്ങൾ ദീപം വെച്ച് എന്ത് കേട്ടാലും അത് നിങ്ങൾക്ക് അമ്മ നടത്തി തന്നിരിക്കും. ഡെയിലിയും ചെയ്യാം. ബട്ട് ഒന്ന് മനസ്സിൽ വെക്കുക, അന്നത്തെ ദിവസം മാവ് കോലം, ശക്തിക്കോലം നിങ്ങൾ അഴിക്കരുത്. നെക്സ്റ്റ് ഡേ അഴിച്ച് പുതിയത് വരയ്ക്കുക. തീർച്ചയായും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.